എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 2 ശ്ലോകം 51, 52, 53, 54, 55 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഈ 5 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 2ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ഉത്തമ ഭക്തന്റെ ലക്ഷണങ്ങൾ പറഞ്ഞു. അപ്പൊ എങ്ങനെ അത് അറിയാം? അവരെ കണ്ടാല് 2 ശ്ലോകങ്ങൾ കൊണ്ട് പറയാണ്. ഭഗവാനില് ഭക്തിയുള്ളവരെ കണ്ടാൽ എങ്ങനെ മനസ്സിലാവും ഉത്തമ ഭക്തൻ? കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്ലോകം 51. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നയസ്യ ജന്മകർമ്മഭ്യാം ന വർണ്ണാശ്രമജാതിഭിഃ സജ്ജതേസ്മിൻ അഹം ഭാവോ ദേഹേ വൈ സഹരേ പ്രിയ. ഞാൻ നല്ല വംശത്തിൽ ജനിച്ചവൻ, യാഗാദി കർമ്മങ്ങളൊക്കെ ചെയ്തവൻ, ഇങ്ങനെ ജന്മകർമ്മങ്ങൾ കൊണ്ടും ഞാൻ ബ്രാഹ്മണൻ, ഞാൻ ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി, ദേവൻ, മനുഷ്യൻ എന്നിങ്ങനെ വർണ്ണാശ്രമാദി ഭേദങ്ങൾ കൊണ്ടും ഈ ദേഹത്തില് ആർക്ക് അഹംബുദ്ധി ഉണ്ടാകാതെ ഇരിക്കുന്നുവോ അവൻ ശ്രീഹരിയുടെ പ്രസാദത്തിന് പാത്രമായ പ്രിയഭക്തനാകുന്നു. ശരീരത്തെ സംബന്ധിച്ച് നിൽക്കുന്ന മേൽപ്പറഞ്ഞ ധർമ്മങ്ങൾ നിമിത്തം ലോകത്തിൽ ജനങ്ങള് ചിലർ ഉത്കൃഷ്ടരെന്നും മറ്റു ചിലർ നികൃഷ്ടരെന്നും കരുതണം. ഈ വിചാരം ഉണ്ടാകുന്നത് ജന്മാതിരഹിതനായ ഭഗവാന്റെ സ്വരൂപം അറിയാത്തത് കൊണ്ടാണ്. അതിനാൽ ശരീരത്തിൽ ഞാൻ എന്നുള്ള ബുദ്ധി ഇല്ലാതാകുന്നത് തന്നെ ഭഗവത് കാരുണ്യം ഉണ്ടാകുന്നതിന്റെ ലക്ഷണം. ഒരാളിൽ അതുണ്ട് എന്നറിയുന്നതിന് ലക്ഷണം തന്റെ ദേഹത്തിൽ ഞാൻ എന്ന ബുദ്ധി ഉണ്ടാകാതിരുന്നാൽ മാത്രം പോരാ, ദേഹത്തെ സംബന്ധിച്ചിരിക്കുന്ന ധാന്യാദി പദാർത്ഥങ്ങളിൽ എന്റേത്, ഇതൊക്കെ എന്റെ എന്നുള്ള ആ ഭാവനയും ഇല്ലാതെ വരണം എന്നതാ അടുത്ത ശ്ലോകം പറയുന്നു. നയസ്യ സ്വപരൈതി വിത്തേഷ്വാത്മനിവാപിത സർവഭൂത സമശാന്ത സവൈ ഭാഗവതോത്തമ. ദേഹസംബന്ധികളായ ധനാദികളിലും പുത്രാദികളിലും തന്റേതെന്നും അന്യന്റേതെന്നുമുള്ള ആ ഭേദബുദ്ധി ആർക്ക് തോന്നാതെയിരിക്കുന്നുവോ അവൻ സർവഭൂതങ്ങളെയും ഒരുപോലെ കാണും. അവനാണ് ഉത്തമ ഭക്തൻ. എല്ലാറ്റിനെയും ഒരുപോലെ കാണുമ്പോൾ എല്ലാറ്റിലും ഒരുപോലെ ദയ ഉണ്ടാവും. ശാന്തനാകുമ്പോൾ സന്തോഷം ഉണ്ടാവും. ദയയും സന്തോഷവും ഉണ്ടായാലോ ഭഗവത് പ്രസാദവും ഉണ്ടായി എന്നതിന് ലക്ഷണമായി. ദയയാ സർവഭൂതേഷു സന്തുഷ്ട്യായേന കേനചി സർവേന്ദ്രിയ പ്രശാന്ത്യാച്ച തുഷ്യത്യാശു ജനാർദ്ദന. സകല ജനങ്ങളിലും ദയയുണ്ടാകുന്നത് കൊണ്ടും കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷിക്കുന്നതിനാലും ഇന്ദ്രിയങ്ങൾക്ക് വശനാവാതെ അവയെ കീഴടക്കിയിരിക്കുന്നതിനാലും ഭഗവാൻ ക്ഷണത്തിൽ സന്തോഷിക്കും. അതിനാൽ അഹന്ത, മമത എന്നീ ഭാവന ദേഹത്തിലും ദേഹസംബന്ധികളിലൊന്നും ഉണ്ടാവരുത്. സ്ഥിരബുദ്ധിയായിരിക്കണം. ഇങ്ങനെ ഒരാൾ ഇരിക്കുന്നുവെങ്കിൽ അവന് ഈശ്വര കാരുണ്യം ഉണ്ടായിട്ടുണ്ട് എന്നറിയാം. ലോകത്തിലുണ്ടാകുന്ന മിക്ക ദുഃഖങ്ങളുടെയും മൂലവേര് അഹന്ത, മമതാദികളാണ്. അഭേദമായിരിക്കുന്ന ഏകവസ്തുവിൽ ഭേദഭാവന അജ്ഞാന ലക്ഷണമാകുന്നു. ഭഗവത് പ്രസാദമാകുന്ന വെളിച്ചം പുറപ്പെടുമ്പോ അറിവില്ലായ്മയാകുന്ന അന്ധകാരം നീങ്ങും. അപ്പോ സൂര്യപ്രകാശത്തില് പദാർത്ഥജ്ഞാനം ഉണ്ടാകുന്നത് പോലെ ഈശ്വര തത്വജ്ഞാനം ഉണ്ടാകും. ത്രിഭുവന വിഭവ ഹേതവേപ്യകുണ്ഠ സ്മൃതി അജിതാത്മസുരാദിഭിർവിമൃഗ്യാൽ ന ചലതി ഭഗവൽ പദാരവിന്ദാൽ ലവനിമിഷാർത്ഥമപി യസ്സ വൈഷ്ണവാഗ്രം. ഭഗവത് പ്രിയൻ എങ്ങനെയിരിക്കും? അദ്ദേഹത്തിന്റെ പ്രവൃത്തി എന്തായിരിക്കും എന്നതാ ചോദ്യത്തിന് ഉത്തരം പറയാം. 3 ലോകങ്ങൾക്കും അധിപതിയായിരിക്കാം. അല്പസമയം ഭഗവത് സ്മരണം കൂടാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ആരെ അതിനെ അനുവദിക്കുന്നില്ലയോ? ത്രിലോകാധിപത്യം അല്പസമയം ഭഗവത് പദം ഭജിക്കുന്നത് കൊണ്ട് കിട്ടുന്ന സുഖത്തിന് തുല്യമല്ല എന്നറിവുള്ളതിനാൽ അതിൽ നിന്ന് അല്പസമയെങ്കിലും വിട്ടിരിക്കാൻ മനസ്സ് വരാതിരിക്കുന്ന അവൻ തന്നെ
വിഷ്ണു ഭക്തന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ. ലവാർത്ഥ സമയം ഒരു സെക്കൻഡ് പോലും ഭജിക്കാതിരിക്കാൻ പറ്റില്ല. ലവാർത്ഥ സമയം ഭജിക്കാതിരുന്നാൽ 3 ലോകത്തിന്റെയും ആധിപത്യം കിട്ടുമെന്ന് കണ്ടാൽ അങ്ങനെ ചെയ്യാതിരിക്കാൻ എന്ത് കാരണം? എന്നാൽ ദേവന്മാരും ഭഗവാനെ അന്വേഷിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. ഭഗവത് തത്വം അറിയുന്നില്ല. അത്ര ശ്രേഷ്ഠമായിരിക്കുന്ന ഭഗവത് പാദ ഭജനം ഉപേക്ഷിച്ച് നികൃഷ്ടമായിരിക്കുന്ന ലോകാധിപത്യം സ്വീകരിക്കുന്നത് മൂഢതയും ദുഃഖപ്രാപ്തിക്ക് ഹേതുവുമാണെന്ന് ഉത്തമ ഭക്തന് നന്നായിട്ട് അറിയാം. ഉത്തമ വസ്തു കൊടുത്തിട്ട് നികൃഷ്ട വസ്തു വാങ്ങുന്നത് ബുദ്ധിമാന്മാരുടെ ലക്ഷണമല്ലല്ലോ. അതിനാൽ നാശരഹിതമായും ദിവ്യമായും ഇരിക്കുന്ന പരമാനന്ദത്തെ നൽകുന്ന ഭഗവത്പാദ ഭജനം സുഖങ്ങളുടെ അനുഭവത്തിന് വേണ്ടി ഉപേക്ഷിക്കാതിരിക്കുന്നത് ഉത്തമ ഭക്തന്റെ ലക്ഷണം. ഇത് തന്നെ വിവേകത്തിന്റെയും വൈരാഗ്യത്തിന്റെയും സ്വരൂപം. ഭഗവത ഒരു വിക്രമാംഗ്രി ശാഖാനഖമണി ചന്ദ്രികയാ നിരസ്തതാപേ ഹൃദി കഥമുപസീദതാം പുനഃസ പ്രഭവതി ചന്ദ്രൈവോദിതേർക്കഥാവ. ഭഗവാനെ ഇടവിടാതെ ഭജിക്കുന്നതായാലും മനസ്സിനെ ഇളക്കി തീർക്കാൻ ശക്തിയുള്ള രാജസ ഗുണം ഉണ്ടെന്ന് വരികിൽ കാമക്രോധാദി വൃത്തികൾ നിമിത്തം ദുഃഖമുണ്ടാകും. വിഷയാശ ഉള്ളിലുദിക്കും. ഭഗവത് ഭജനത്തിൽ നിന്ന് തെറ്റും എന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കണം. ചന്ദ്രൻ ഉദിച്ചാൽ സൂര്യന്റെ ചൂടുണ്ടാവില്ലല്ലോ. അതുപോലെ ഭഗവത് പാദത്തെ സ്മരിക്കുന്ന മനസ്സിലുള്ള രാഗാദി ദോഷങ്ങളാകുന്ന അന്ധകാരത്തെ ഭഗവത് പാദത്തിലുള്ള നഖങ്ങളാകുന്ന രത്നങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ശോഭയാകുന്ന ചന്ദ്രിക ദൂരീകരിക്കും. ആദ്യം ഭഗവത് പാദങ്ങളെ ഹൃദയകമലത്തില് ധ്യാനിക്കണം. അതവിടെ പ്രത്യക്ഷമാകുന്നത് വരെ തീവ്രഭക്തിയോടെ അന്യ വിഷയങ്ങളെ പറ്റി ഒന്നും ചിന്തിക്കാതെ സ്മരിക്കുമ്പോൾ ഭഗവത് പ്രസാദം ഉണ്ടാവും. അപ്പോ ചന്ദ്രന്റെ അമൃതകിരണമേൽക്കുമ്പോൾ സൂര്യോഷ്ണത്താൽ ഉണ്ടായിരുന്ന സന്താപം തീരെ നശിച്ച് ദേഹം കുളിർക്കുന്നത് പോലെ ഭേദഭാവന നിമിത്തം ഉണ്ടായിരുന്ന രാഗാദി വൃത്തികളാകുന്ന തീയിൽ കിടന്ന് തപിച്ചുകൊണ്ടിരുന്ന അന്ധകരണം അമൃത സമുദ്രത്തിൽ മുങ്ങിയതുപോലെ അനിർവാച്യമായ ആനന്ദത്തിന്റെ വിളഭൂമിയായി ഭവിക്കും. അപ്പോ രാഗദ്വേഷാദി വൃത്തികളോ തന്നിമിത്തമുള്ള ദുഃഖങ്ങളോ ചിത്തചാഞ്ചല്യമോ ഒന്നും ഉണ്ടാവില്ല. അതിനാൽ ആദ്യകാലത്ത് ഒക്കെ മഹാജനങ്ങളും ശാസ്ത്രവും ഗുരുവും ഉപദേശിക്കുന്ന വാക്കില് വിശ്വാസത്തോടുകൂടി ഭഗവത് പാദത്തെ നിരന്തരം ചിന്തിക്കുന്നത് തന്നെ സംസാര ദുഃഖത്തെ കടക്കാനുള്ള സുഗമോപായം. വിസൃജതി ഹൃദയം യസ്യ സാക്ഷാൽ ഹരി അവശാഭിഹിതോപ്യഘൗഘനാശ പ്രണയരശനയാ ധൃതാംഘ്രി പത്മ സഭവതി ഭാഗവത പ്രധാന ഉക്ത. യാതൊരുവന്റെ ഹൃദയത്തെ വിട്ടുപോകാതെ സാക്ഷാൽ ശ്രീകൃഷ്ണൻ ആ ഹൃദയത്തിൽ തന്നെ വസിക്കുന്നുവോ അവൻ ഉത്തമ ഭക്തൻ എന്നാണ് ശാസ്ത്ര സിദ്ധാന്തം. എല്ലാവരുടെ ഹൃദയത്തിലും അന്തര്യാമിയായിരിക്കുന്ന ഭഗവാനുണ്ടല്ലോ, പിന്നെ ഇവനെന്താ വിശേഷം എന്ന് ശങ്കിക്കണ്ട. അജ്ഞന്മാരിലും ഇരിക്കുന്നുണ്ട്, എങ്കിലും അവരെ അറിയുന്നില്ല. യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകുമ്പോൾ മാത്രമേ സാക്ഷാൽ ഭഗവാൻ ഹൃദയത്തിലിരിക്കുന്നു എന്ന് അറിയുള്ളൂ. അറിവില്ലാത്തവര് ആ യഥാർത്ഥ രൂപത്തെ അറിയാതെ ഞാൻ സുഖി ഞാൻ ദുഃഖി എന്ന് വിചാരിച്ച് ഭ്രമിക്കണു. ഇത് തന്നെ ശരിയായ ഭക്തനും അന്യനും തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ എന്തിനായി ഭഗവാൻ അവിടെ തന്നെ വസിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. അവന്റെ സർവസന്താപത്തെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ വീഴ്ച, സങ്കടാവസ്ഥ, രോഗം ഇത്യാദികൾ നേരിടുമ്പോൾ സ്വതേ ശക്തിയില്ലാതെ പരവേശനായിരിക്കും. ആ സമയത്തും അവൻ ഹരിനാമം തന്നെ ഉച്ചരിക്കും. ഉച്ചാരണ മാത്രത്താൽ അവന്റെ സർവ്വ ദുഃഖങ്ങളെയും തീർക്കും. എത്ര സങ്കടത്തിലകപ്പെട്ടാലും നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് തന്നെ ഭക്തൻ ഇരിക്കും. പരമപ്രേമമാകുന്ന കയറുകൊണ്ട് അവന്റെ അന്ധകരണത്തിൽ ഭഗവാനെയും ബന്ധിച്ചിരിക്കുന്നു. അതിനാൽ ഭഗവാന്റെ പാദം ആ ഭക്തന്റെ മനസ്സിൽ നിന്ന് എങ്ങും പോകുന്നില്ല. ഒരു കുറ്റിയിൽ കെട്ടിയിരിക്കുന്ന ഒരാള് മറ്റെങ്ങും പോകാത്തതുപോലെ അവന്റെ മനസ്സും ഭഗവാനിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്കും പോവില്ല. അവനാണ് ഉത്തമ ഭക്തൻ. ഇവന്റെ മനസ്സിന് ഭഗവത് ധ്യാനവും വാക്കിന് ഭഗവത് നാമോച്ചാരണവും ദേഹത്തിന് ഭഗവത് ദാസ്യാനുഷ്ഠാനവും തന്നെ എപ്പോഴുമുള്ള പ്രവൃത്തി. ഇങ്ങനെ ഇരിക്കുന്ന ഭക്തന്മാര് സുലഭമല്ല. എന്നാലും നിശ്ചല ഭക്തിയോടുകൂടിയിരിക്കുക എന്ന അവസ്ഥ വിഷയവൈരാഗ്യം വന്നവർക്കേ സാധിക്കുള്ളൂ. എന്നാൽ
ക്രമേണ ഭജിക്കുന്നവർക്ക് ഈ സ്ഥിതിയിലെത്തുന്നതിന് സാധിക്കും എന്നിങ്ങനെ ഉത്തമ ഭക്ത ലക്ഷണത്തെ ഹരി നിമിരാജാവിനോട് പറഞ്ഞത് ഭഗവാൻ ശ്രീനാരദൻ വസുദേവനോട് പറഞ്ഞു എന്ന് ശ്രീശുകൻ പരീക്ഷത്തിനോട് പറഞ്ഞു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശ സ്കന്ധേ ഭാഗവത ധർമ്മനിരൂപണം നാമ ദ്വിതീയോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ രണ്ടാമത്തെ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീചരണങ്ങളിൽ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.